ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 282 ദിവസം. സൂറത്തുൽ ബഖറ 276. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യംഹഖുല്ലാഹു الرِّബَا وَيُرْبِي الصَّدَقَاتِ വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. അല്ലാഹു പലിശയെ തളർത്തുകയും ദാനധർമ്മങ്ങളെ വളർത്തുകയും ചെയ്യുന്നു. നന്ദികെട്ട കൊടും പാപികളായ ആരെയും അല്ലാഹു സ്നേഹിക്കുന്നില്ല. പലിശ എന്നത് വ്യക്തിക്കും സമൂഹത്തിനും നാശം ഉണ്ടാക്കുന്ന കാര്യമാണ്. പലിശ ഇടപാട് പ്രകൃതി വിരുദ്ധമാണ്. പലിശയിലധിഷ്ഠിതമായ ജീവിതക്രമം തകരുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ഒറ്റയടിക്ക് തന്നെ ആകണമെന്നില്ല. സാമ്പത്തിക കുഴപ്പങ്ങൾ, സാമ്പത്തിക മാന്ദ്യം, ഭക്ഷ്യക്ഷാമം, പണത്തിൻ്റെ മൂല്യശോഷണം, ദാരിദ്ര്യം, സാമൂഹികമായ അരാജകത്വവും അസ്വസ്ഥതകളും, മൂല്യത്തകർച്ച, അക്രമങ്ങൾ, ഇങ്ങനെ പലിശ വ്യവസ്ഥയുള്ള രാഷ്ട്രങ്ങൾ തന്നെ അടിതെറ്റി വീഴും. ചരിത്രവും വർത്തമാനകാലവും അതിന് സാക്ഷിയാണ്. എന്നാൽ ദാനധർമ്മം അങ്ങനെയല്ല. അത് സമൂഹത്തിൽ പരസ്പര സ്നേഹവും കാരുണ്യവും ഗുണകാംക്ഷയും പരക്ഷേമ തൽപരതയും വളർത്തുന്നു. ദാനം ചെയ്യുമ്പോൾ ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിലേക്ക് സമ്പത്ത് ഒഴുകുന്നു. പണമില്ലാത്തവന് അത് ലഭിക്കുമ്പോൾ ദരിദ്രൻ്റെ പർച്ചേസിംഗ് കപ്പാസിറ്റി, വാങ്ങൽ ശേഷി വർദ്ധിക്കുന്നു. അവർ അങ്ങാടികളിൽ ചെന്ന് അവശ്യ സാധനങ്ങൾ വാങ്ങുന്നു. ഇത് മാർക്കറ്റിനെ സജീവമാക്കുന്നു, ഫാക്ടറികളെ പ്രവർത്തിപ്പിക്കുന്നു, ധനവും സുസ്ഥിതിയും വളരുന്നു. സമ്പത്തും സൗകര്യങ്ങളും അല്ലാഹു നൽകിയതാണ്. ദാനം ചെയ്തുകൊണ്ട് അതിന് നന്ദി കാണിക്കുകയാണ് വേണ്ടത്. എന്നാൽ ദാനത്തിൻ്റെ ഫലവും പലിശയുടെ ശിക്ഷയും പൂർണ്ണമായും ലഭിക്കുക പരലോകത്താണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.